മാനത്ത് കാർമേഘം ഉരുണ്ടുകൂടുന്നതോടെ മനസ്സിൽ ആശങ്ക പേറുന്നവരാണ് ഇടുക്കി മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ. മഴ കനത്തതോടെ ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. ഓരോ മഴക്കാലത്തും ഇവർ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു. ഇത്തവണയും അതിൽ മാറ്റമുണ്ടായില്ല. ഇനിയെങ്കിലും തങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. 2005 ജൂലൈ 25 അന്തോണിയാർ നഗറിൽ മണ്ണിടിച്ചിലുണ്ടായി. 6 വീടുകൾ പൂർണ്ണമായും തകരുകയും 4 പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന് ശേഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ അന്തോണിയാർ നഗറിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചു. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിൽ അലാറം മുഴങ്ങിയതോടെയാണ് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചത്. അന്ന് തൊട്ടിങ്ങോട്ട് ഓരോ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയും. മണ്ണിടിയുമോ എന്ന ഭയമാണ്. മഴ കനത്ത് പെയ്യുന്നതോടെ സുരക്ഷിതയിടത്തേക്ക് മാറണമെന്ന അധികൃതരുടെ പതിവ് നിർദ്ദേശമെത്തും. മറ്റു മാർഗമില്ലാത്തതിനാൽ ഓരോ മഴക്കാലത്തും വീട് വിട്ട് കുടുംബാംഗങ്ങൾ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കും. ഈ മഴക്കാലത്തും അന്തോണിയാർ നഗറിലെ കുടുംബങ്ങളുടെ ആശങ്കയ്ക്കും ദുരിതത്തിനും കുറവൊന്നും ഉണ്ടായിട്ടില്ല. நேற்று நைட்டு மேலே மண்ணிடின்னு சொல்லி சிக்னல் வந்துருச்சு. அதனால் காலையில் வில்லேஜில் 1 மணி நேரத்துக்குள்ளே நீங்கள் இங்கேருந்து மாறி நீங்கள் கேம்புனா கேம்புக்கு வரணும், இல்லைன்னா சொந்த பண்ண வீட்டுக்கு போகணும்னு சொல்லியிருக்கிறாங்க. கேம்புக்கு வரும்போது எல்லாரும் அவங்களோட ரேஷன் கார்டு, ஆதார் கார்டு, உங்களுக்கு அத்தியாவசிய தேவைப்படும் எல்லா பொருளும் உங்கள் துணிமணியாக இருக்கட்டும், கம்பெனி மற்ற எல்லா കാര്യങ്ങളും കയ്യിൽ കൊണ്ടിട്ട് வரணும்னு சொல்லியிருக்கிறாங்க. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്ത് നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നു. പക്ഷേ ഇന്നും അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മഴ കനത്തതോടെ ഇത്തവണയും അന്തോണിയാർ നഗറിലെ 10ഓളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന 4 പേരെ നഷ്ടമായിട്ട് 2 പതിറ്റാണ്ട് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ ഇനിയും തങ്ങളുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ പോന്ന ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിൽ വലിയ അമർഷമുണ്ട് ഈ കുടുംബങ്ങൾക്ക്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.